ദില്ലിയിൽ യമുന നദി കരകവിഞ്ഞൊഴുകി നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലായ സാഹചര്യത്തിലാണ് ദില്ലി ഓണത്തിലൂടെ കടന്നുപോയത്. ഒരാഴ്ച പിന്നിട്ടിട്ടും വെള്ളം ഇറക്കാത്തതിനാൽ റോഡരികിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ടെന്റുകളിലാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ കഴിയുന്നത്. മഴക്കെടുതി തകർത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തും. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ. കേരളത്തിൽ വലിയ മഴയൊന്നുമില്ലാതെ നമ്മൾ ഓണം ആഘോഷിച്ചു. പക്ഷേ ദില്ലിയിൽ ഒരാഴ്ചയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്കയിടത്ത് നമ്മൾ കാണുന്നത് പോലെ മഴക്കെടുതിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുമൊക്കെ വലയ്ക്കുകയാണ്. സുജയ, ഗുഡ് മോർണിംഗ്. ഏതായാലും സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ തകർത്തു കളഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ദില്ലിയിൽ പോലും വെള്ളപ്പൊക്കമുണ്ടായി. ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര കാണിക്കാ നദിയിൽ ഏതാണ്ട് അതിന്റെ ഡേഞ്ചർ മാർക്ക് കഴിഞ്ഞ് 250-ലധികം മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെയുള്ള, പ്രത്യേകിച്ച് ഡൽഹിയിലെ മയൂർ വിഹാർ, അതുപോലെ ഗീത കോളനി, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള മനുഷ്യരൊക്കെ ഇതുപോലെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. റോഡരികിലുള്ള താൽക്കാലിക ടെന്റുകളിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇവർ ഇങ്ങനെ താമസിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പൊ കബായ ഇധർ एक हफ्ता हो गया सरकार कुछ कर रहे हैं आपके लिए? खाना वगैरह लेके आ रहे हैं? खाना तो लेके आते हैं, आगे बढ़ता है, वहाँ टेंट कैंप लगा हुआ है वहाँ पर। कहाँ था आपका घर? घर तो यही था, नीचे बुड़ गया, पानी आया तो पूरा पानी के अंदर है. हाँ, खाने में वही दाल चावल लेके आ रहे हैं, रोटी नहीं ला रहे हैं. സർക്കാർ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ റൊട്ടി, ചപ്പാത്തി നൽകുന്നില്ല. അരിയും അതുപോലെ തന്നെ ദാൽ കറിയും ഒക്കെയാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ എന്തായാലും നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലായി. ഇപ്പോൾ ആളുകൾ താൽക്കാലിക ടെന്റുകളിൽ കഴിയുകയാണ്.